നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മോഡ്യൂൾ 2-ൻ്റെ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിൻ്റെ മോഡ്യൂൾ 2-ൻ്റെ ടോപ്പിക്കാണ്. അതിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്ലയൻറ്റ് സെർവർ സിസ്റ്റം. ക്ലയൻറ്റ് സെർവർ സിസ്റ്റത്തിനെ നമുക്ക് 3 ടൈപ്സായിട്ട് ക്ലാസിഫൈ ചെയ്യാം. 2 ടയർ, 3 ടയർ ആൻഡ് N ടയർ. ഇവിടെ നമ്മൾ ടയർ എന്ന് പറയുന്നത് ഒരു ലെയറിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബേസിക്കലി ഒരു ലോജിക്കലി അല്ലെങ്കിൽ ഫങ്ഷണൽ റെസ്പെക്റ്റിലായിരിക്കും ഈ ലെയേഴ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്, ഐദർ ഓൺ ദി ഫിസിക്കൽ ലൊക്കേഷൻസ് അല്ലെങ്കിൽ ഹാർഡ്വെയർ. അപ്പം ഒരു ടയർ 1 ടയർ എന്ന് പറയുമ്പോഴത്തേനും ഒരു ലെയറെ കാണൂ. 2 ടയർ എന്ന് പറയുമ്പം 2 ലെയർ അല്ലെ 2 സെക്ഷൻ സെപ്പറേഷൻസ് ആയിരിക്കും ഉണ്ടാവുക. 3 ടയർ എന്ന് പറയുമ്പോഴത്തേനും 3 സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിട്ടായിരിക്കും അത് നിൽക്കുന്നത്. N ടയർ എന്ന് പറയുമ്പോഴത്തേക്കും N ടൈംസ്. സോ മൾട്ടി ടയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പർട്ടിക്കുലർ ഒരു ഡൊമെയിൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു സംഭവത്തിനെ പല സെക്ഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മൾട്ടി ടയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സോഫ്റ്റ്വെയറിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റേഷൻ, ലോജിക്കൽ, ഡേറ്റ മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിലായിരിക്കും സെപ്പറേഷൻ വരുന്നത്. നമുക്ക് ആദ്യം നോക്കേണ്ടത് 2 ടയർ ക്ലയൻറ്റ് സെർവർ മോഡലാണ്. സോ 2 ടയർ ക്ലയൻറ്റ് സെർവർ മോഡൽ 2 ടയർ മോഡൽ എന്ന് പറയുന്നത് അത് ക്ലയൻറ്റ് സെർവർ മോഡലായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. അതായത് നമുക്ക് 2 സെക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്, 2 ടയേഴ്സ്, 2 ലെയേഴ്സ് ആയിട്ടാണ് നമ്മളിത് കിടക്കുന്നത്, അല്ലെങ്കിൽ 2 എൻറ്റിറ്റീസ് ആയിട്ടാണ് ഇത് കിടക്കുന്നത്. വൺ ഇസ് ദ ക്ലയൻറ്റ് ആൻഡ് വൺ ഇസ് ദ സെർവർ, റൈറ്റ്? അപ്പം ഇവിടെ നമ്മൾ ക്ലയൻറ്റും സെർവറും തമ്മിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ. അപ്പം നിങ്ങൾ ആലോചിക്കും, നേരത്തെ പറഞ്ഞ സെയിം സംഭവം തന്നെയല്ലേ? യെസ്, നമ്മൾ യൂഷ്വലി ക്ലയൻറ്റ് സെർവറിൻ്റെ ഒരു സ്ട്രക്ചർ ഇനീഷ്യലി ഡിസ്കസ് ചെയ്തിരുന്നല്ലോ. ആ ഒരു സെയിം സ്ട്രക്ചറിലാണ് 2 ടയർ ആർക്കിടെക്ചർ പോകുന്നത്. സോ നമുക്ക് ഇവിടെ വരുന്ന ഫസ്റ്റ് ടയർ ക്ലയൻറ്റിൻ്റേത് വരുന്നത് ആപ്ലിക്കേഷൻ ടയറാണ്. അതായത് ക്ലയൻറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആപ്ലിക്കേഷൻ ലെയറിൻ്റെ പെർഫോമൻസിനെയാണ്, സെർവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഡേറ്റാബേസ് ടയറിനെയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ബിറ്റ്വീൻ ദ ക്ലയൻറ്റ് ആൻഡ് ദ സെർവർ. നമ്മൾ യൂഷ്വലി പഠിച്ച പോലെ തന്നെ ദ ഡേറ്റ ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദീസ് 2 കോമ്പണൻറ്റ്സ് ഫാസ്റ്റ്. എന്തുകൊണ്ടാണ് ഫാസ്റ്റ്? നമുക്കിടയിൽ ഒരു ഇൻ്റർമീഡിയേറ്റും ഇല്ല. ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു ഫ്ലോയിനെ കൺട്രോൾ ചെയ്യാനോ ഒരു ഇൻ്റർമീഡിയറ്റ് നമുക്കില്ല. ഹെൻസ് ദിസ് ദ ട്രാൻസ്ഫറിങ് ഓഫ് ദ ഡേറ്റ ഓർ ദി ഇൻഫർമേഷൻ വിൽ ബി ഫാസ്റ്റ്. ഇനി ക്ലയൻറ്റ് നമ്മൾ പറയണേ, ക്ലയൻറ്റിനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലയൻറ്റിൻ്റെ ഫങ്ഷൻസ് നേരത്തെ പഠിച്ചിരുന്നു അല്ലേ? യൂസറുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാനും യൂസർ എന്താണ് കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ക്ലയൻറ്റ് യൂസ് ചെയ്യുന്നത്. സോ ബേസിക്കലി ക്ലയൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ടയറിൽ എന്താണുള്ളത്? ആപ്ലിക്കേഷൻ വിച്ച് കണ്ടെയ്ൻസ് കോഡ് ഫോർ ഇൻ്റർഫേസിങ് വിത്ത് ദി യൂസർ ആൻഡ് സേവിങ് ദ ഡേറ്റ ഇൻ ദ ഡേറ്റാബേസ് സെർവർ. ഇനി ക്ലയൻറ്റ് ആപ്ലിക്കേഷന് നമ്മുടെ സെർവറിന് റിക്വസ്റ്റ് അയക്കും, ആ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്ത് തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത് ആര്? സെർവർ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ക്ലയൻറ്റിൻ്റെ കീഴിൽ വരുന്ന 2 ഫങ്ഷനാലിറ്റീസ് ആണുള്ളത്. ഒന്ന് പ്രസൻറ്റേഷനും 2 ആപ്ലിക്കേഷനും. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്രസൻറ്റേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം, യൂസർ എന്താണ് കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രസൻറ്റേഷൻ ലെയറിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ബേസിക്കലി ഒരു ആപ്ലിക്കേഷൻ ഇൻ്റർഫേസ് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതാണ്. അടുത്ത ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത് ലോജിക്കലായിട്ടുള്ള ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യുന്നതാണ് ആപ്ലിക്കേഷൻ ലെയർ. സോ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ 2 സെക്ഷനായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഒരു ക്ലയൻറ്റ് സെർവർ പോലെ തന്നെ. ദ ഫസ്റ്റ് സെക്ഷൻ ഇസ് ദി ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ ടയർ. അത് ഒരു ക്ലയൻറ്റിൻ്റെ ഫങ്ഷനാലിറ്റി തന്നെയാണ്. സെക്കൻഡ് വൺ ഇസ് ദ ഡേറ്റാബേസ് ടയർ. അപ്പം ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ നമ്മൾ കണ്ടു. ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ ലെയർ യൂഷ്വലി ബിൽഡ് ചെയ്യുന്നത് C++, ജാവ, പൈത്തൺ, PHP, .NET പോലത്തെ ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പം യൂസറിൽ നിന്നും ഞാൻ എൻ്റെ റിക്വസ്റ്റ് മേടിച്ചു, യൂസറിനെ ഇൻ്റർഫേസ് കാണിച്ച റിക്വസ്റ്റ് മേടിച്ചു, ആ ഒരു റിക്വസ്റ്റിനെ ഞാൻ പ്രോസസ്സ് ചെയ്തു. ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നൗ കംസ് മൈ സെക്കൻഡ് ടയർ, ദാറ്റ് ഈസ് മൈ ഡേറ്റാബേസ് ടയർ. അതായത് ഞാൻ സെർവറിനെ പോലെ ഫങ്ഷനിങ് ചെയ്യുന്നു എന്ന് പറയുന്ന ആ ഒരു സംഭവം. സോ ദ ഡേറ്റാബേസ് ടയർ അല്ലെങ്കിൽ ഡേറ്റാബേസ് സെർവർ ഡേറ്റ മാനേജ്മെൻറ്റിനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് ഡേറ്റിനെ സ്റ്റോർ ചെയ്യാം, ഡേറ്റിനെ റിട്രീവ് ചെയ്യുക പോലത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ ഡേറ്റാബേസ് സെർവർ എന്ന് പറയുന്നത് MySQL, MongoDB, SQLite പോലത്തെ ഡേറ്റാബേസിനെ ഇൻക്ലൂഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. 2 ടയർ എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ അഡ്വാൻറ്റേജസ്: ഫാസ്റ്റാണ്, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഈസിയാണ്, കമ്മ്യൂണിക്കേഷൻ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് ഒരു ക്ലയൻറ്റ് സെർവർ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതേ ഫങ്ഷനാലിറ്റി തന്നെയാണ് ഇവിടെയും വരുന്നത്. ആൻഡ്
ഇതിനെ നമുക്ക് സ്റ്റാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറ്റൂ. വിച്ച് മീൻസ് ദാറ്റ് ഇപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരു കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് എൻവയറമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വളരെ സിമ്പിൾ മോഡൽ വെച്ചിട്ട് നമുക്ക് ഒരു കൺക്ലൂഷനിൽ റീച്ച് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇനി ഡിസഡ്വാൻറ്റേജസ്, നേരത്തെ പറഞ്ഞ് ഈ ഒരു അഡ്വാൻറ്റേജ് ഇവിടെ ഒരു കണ്ടീഷൻ വെച്ചിരുന്നു അല്ലേ, സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ്. അപ്പം ആ ഒരു കണ്ടീഷനെയാണ് നമ്മളിവിടെ കുറച്ചുകൂടി ചേഞ്ച് ചെയ്ത് പറയുന്നത്. സ്കെയിലബിൾ അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്മോൾ സ്കെയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഡൈനാമിക് യൂസേഴ്സ് വന്നു കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് യൂസേഴ്സ് വന്നു കഴിഞ്ഞാൽ പെർഫോമൻസ് ഡീഗ്രേഡ് ചെയ്യാനുള്ള സാധ്യത 2 ടയർ ആർക്കിടെക്ചറിൽ നമുക്ക് ഉണ്ട്. സെക്കൻഡ് വൺ ഇസ് ദി ഡേറ്റ ഇൻറ്റഗ്രിറ്റി ഇഷ്യൂസ്. ബിക്കോസ് ഡേറ്റാബേസിൻ്റെ ഫങ്ഷനാലിറ്റി ചെയ്യുന്നത് കൊണ്ടും അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറൊരു എൻറ്റിറ്റി ഇല്ലാത്തത് കൊണ്ടും കൂടി ഡേറ്റ ഇൻറ്റഗ്രിറ്റി ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി നമുക്കറിയാം ക്ലയൻറ്റ് റിക്വസ്റ്റ് എന്ന് പറയുന്നത് സെർവറിലോട്ട് ഡയറക്റ്റ്ലി നമ്മൾ ഇത് കൊടുക്കുന്നു. അത് കഴിഞ്ഞേച്ച് സെർവറിൽ നിന്നും നമുക്ക് റിസൾട്ട് റിട്രീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഹെൻസ് നമുക്കിവിടെ വേറൊരു സെർവർ പ്രോസസ്സിൻ്റെ ആവശ്യം വരുന്നില്ല. 2 ടയർ ഇംപ്ലിമെൻറ്റേഷൻ വരുമ്പോഴത്തേനും നമ്മൾ SQL സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡ്രൈവറിന് എക്സിക്യൂഷനായിട്ട് കൊടുക്കുന്നത് ഡേറ്റാബേസിൽ. സോ ബേസിക്കലി അത് ഡ്രൈവറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ആ കൊടുത്തിരിക്കുന്ന SQL സ്റ്റേറ്റ്മെൻറ്റിനെ ടു മേക്ക് ഇറ്റ് ഇൻ എ ഫോം ദാറ്റ് ദി ഡേറ്റാബേസ് അണ്ടർസ്റ്റാൻഡ്സ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 3 ടയർ ക്ലയൻറ്റ് സെർവർ മോഡലാണ്. സോ 3 ടയർ ക്ലയൻറ്റ് സെർവർ മോഡലിനകത്ത് നമ്മൾ നേരത്തെ 2 ടയറിൽ പറഞ്ഞപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിരുന്നത്. അപ്പം ഈ ഒരു വളരെ സിമ്പിൾ ആകുമ്പോഴത്തേനും ഇതിനുണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞുതരും. അതിലൊന്നാണ് റീയൂസബിലിറ്റി. അതായത് ഇപ്പം എനിക്കിപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ആ ഒരു ഓർഗനൈസേഷനിൽ ഞാൻ യൂസ് ചെയ്യുന്ന ലോജിക് ആയിരിക്കില്ല വേറൊരു ഓർഗനൈസേഷൻ യൂസ് ചെയ്യുക. സോ ഇറ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ഫ്രം വൺ ഓർഗനൈസേഷൻ ടു അനദർ. ഇപ്പം എനിക്ക് ഒരു സെറ്റ് ഓഫ് പ്രോസസ്സസിനെ അല്ലെങ്കിൽ എനിക്കൊരു സെറ്റ് ഓഫ് ബിസിനസ് ലോജിക്കിനെ വേറൊരു സിസ്റ്റത്തിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വേറൊരു സെറ്റ് ഓഫ് ഡേറ്റാബേസസിനെ ഇൻവോൾവ് ചെയ്യുക എന്ന് പറയുന്നത് 2 ടയർ ആർക്കിടെക്ചറിൽ കുറച്ചുകൂടെ ഡിഫിക്കൾട്ടാണ്. അപ്പം അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ക്ലയൻറ്റ് സെർവറിൻ്റെ കേസിൽ പറയുമ്പോഴത്തേനും ആപ്ലിക്കേഷൻ ലോജിക്ക് 2 സൈഡിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ കറക്റ്റ് ആവും. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയാം. എനിക്ക് ക്ലയൻറ്റിൽ നിന്നൊരു എൻ്റെ യൂസറിൽ നിന്നും ക്ലയൻറ്റിന് ഒരു റിക്വസ്റ്റ് കിട്ടി. ആ റിക്വസ്റ്റ് അതിൻ്റെ ലോജിക്കലി അത് അലൈൻ ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ നോക്കുന്നു. അതിനെ ഞാൻ സെർവറിലോട്ട് വിടുന്നു. സെർവറിൽ നിന്ന് ഞാൻ റിക്വസ്റ്റ് അനുസരിച്ച് ഡേറ്റ റിട്രീവ് ചെയ്യുന്നു. അവിടെയും എൻ്റെ ആപ്ലിക്കേഷൻ ലോജിക്ക് ഞാൻ ചെക്ക് ചെയ്തിട്ട് തിരിച്ചയക്കുവാണെന്നുണ്ടെങ്കിൽ രണ്ടിടത്തും ആപ്ലിക്കേഷൻ ലോജിക്ക് എന്ന് പറഞ്ഞ സെക്ഷൻ കോമൺ ആണ്. അപ്പം ഈ ഒരു നമ്മളുടെ ബിസിനസ്സിൻ്റെ ഒരു വലിപ്പത്തിനനുസരിച്ച് റിക്വയർമെൻറ്റിനനുസരിച്ച് ആപ്ലിക്കേഷൻ ലോജിക്കിനെ എല്ലായിടത്തും കൊണ്ട് കയറ്റി വെക്കുന്നതിനേക്കാളും ഇറ്റ് ഈസ് ബെറ്റർ ഇഫ് വി ഇൻസേർട്ട് എ തേർഡ് പേഴ്സൺ ഇൻ ടു ദി സിനാരിയോ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു ക്ലയൻറ്റും നമുക്കൊരു സെർവറുമുണ്ട്. ആ ക്ലയൻറ്റും സെർവറിനും ഇൻഡിവിജ്വലി നമ്മളുടെ ബിസിനസ് നീഡ്സിന് ആപ്ലിക്കേഷൻ ലോജിക്ക് എംബഡ് ചെയ്യുന്നതിനേക്കാളും വൈ ഡോണ്ട് വി ക്രിയേറ്റ് എ തേർഡ് പേഴ്സൺ ഹിയർ എന്നുള്ളതാണ് ഇവിടുത്തെ ഐഡിയ എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് പർപ്പസ് വരുമ്പോഴത്തേനും, ഇപ്പോൾ അതായത് ഞാനിപ്പോൾ ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ആപ്ലിക്കേഷൻ ലോജിക്ക് അതുപോലെ ആയിരിക്കും. ഇതിനെ ഞാൻ എൻലാർജ് ചെയ്യുക, സ്കെയിലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ലോജിക്ക് മാറും. അപ്പോഴത്തേനും ഇപ്പോൾ ഓരോന്നുമായിട്ട് ഞാനിത് എംബഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇതിനെ ഇൻഡിവിജ്വലായിട്ട് മാറ്റണം. ആ ഒരു ലോഡ് ഇവിടെ വരുന്നില്ല. സോ അതാണ് നമ്മുടെ 3 ടയർ ആർക്കിടെക്ചറിൻ്റെ വൺ ഓഫ് ദി മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ഈ ഒരു 3 ടയർ ആർക്കിടെക്ചറിൽ നമ്മൾ 3 ലോജിക്കൽ കാറ്റഗറീസ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ യൂസർ സർവീസ്. പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വാട്ട് ഇസ് ദ യൂസർ വ്യൂയിങ്. ഓക്കെ, അപ്പം യൂസറിൻ്റെ മോണിറ്ററിൽ എന്താണ് കാണുന്നത്, യൂസറിൽ നിന്ന് ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു സംഭവമാണ് പ്രസൻറ്റേഷൻ ലോജിക്കിൽ വരുന്നത്. സ്ക്രീൻ ഫോർമാറ്റിംഗ്, വിൻഡോസ് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻപുട്ട് എഡിറ്റിംഗ്, ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയാം ഒരു യൂസർ സ്ക്രീനിൽ കാണുമ്പോഴത്തേനും ഡീൽ ചെയ്യുന്നത് എന്തൊക്കെയാണോ അതാണ് പ്രസൻറ്റേഷൻ എന്നുള്ള ഫസ്റ്റ് ടയറിനകത്ത് വരുന്നത്.
സെക്കൻഡ് വൺ ഇസ് മൈ ആപ്ലിക്കേഷൻ സർവീസ് അല്ലെങ്കിൽ ബിസിനസ് റൂൾസ്. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു ക്ലയൻറ്റും ഒരു സെർവറിനും ആപ്ലിക്കേഷൻ ലോജിക്ക് ഇൻഡിവിജ്വലി അപ്ലൈ ചെയ്യുന്നതിന് പകരം വി ആർ ക്രിയേറ്റിംഗ് എ തേർഡ് പേഴ്സൺ ഹിയർ വിച്ച് ഇസ് ആപ്ലിക്കേഷൻ സർവീസസ്. സോ ഇവിടെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക്ക് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നോക്കുകയാണ് നമ്മളുടെ സെക്കൻഡ് ടയറിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് ഇപ്പം ഡൊമെയിൻ റേഞ്ച് വാലിഡേഷൻ ആയിക്കോട്ടെ, ഡേറ്റ ഡിപ്പെൻഡൻസി വാലിഡേഷൻ ആയിക്കോട്ടെ, റിക്വസ്റ്റ് അല്ലെങ്കിൽ റെസ്പോൺസ് ആർക്കിടെക്ചർ ആയിക്കോട്ടെ, ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വിത്തിൻ ദ പ്രോസസ്സുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിലുള്ള റെസ്പോൺസസും റിക്വസ്റ്റിൻ്റെയും ഒരു ലോജിക്ക് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ സർവീസ് അല്ലെങ്കിൽ ബിസിനസ് റൂൾസിൻ്റെ പ്രത്യേകത. 2 ടയറിൽ നമ്മളിത് ഇൻഡിവിജ്വലി നമുക്കിത് എംബെഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മോർ ഓഫ് ദി ക്ലയൻറ്റ് സൈഡിലായിരിക്കും നമ്മളിത് എംബെഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മളൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് ഇതിനെ ഡീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഡേറ്റാബേസ്, നമ്മളുടെ തേർഡ് ടയർ എന്ന് പറയുന്നത് ഡേറ്റാബേസ് സർവീസ് അല്ലെങ്കിൽ ഡേറ്റ സെർവറാണ്. എഗെയിൻ ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് നമ്മളുടെ സെർവർ ചെയ്യുന്ന പരിപാടി തന്നെയാണ് ഡേറ്റയെ മാനേജ് ചെയ്യുക, ഡേറ്റയെ ആക്സസ് ചെയ്യുക, ഡേറ്റയുടെ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെയാണ് 3 ടയർ ആർക്കിടെക്ചർ ഓഫ് എ ക്ലയൻറ്റ് സെർവർ സിസ്റ്റം നമ്മൾ അലൈൻ ചെയ്യുന്നത്, റൈറ്റ്? ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ഒരു വേണമെന്നുണ്ടെങ്കിൽ ലൈക്ക് നമ്മളുടെ ഈ ഒരു തേർഡ് സെർവർ എന്ന് പറയുമ്പോഴത്തേനും ഈ ഇടയിലുള്ള ഈ ആപ്ലിക്കേഷൻ ലെയർ ഉണ്ടല്ലോ, ഇറ്റ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് എ സെർവർ. സോ അത് നമ്മളുടെ എന്താണ് പറയുന്നത്, ഇപ്പം ഒരു പ്രോക്സി ആയിട്ട് ക്ലയൻറ്റ് റിക്വസ്റ്റിനൊക്കെ ഒരു പ്രോക്സി ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ആ ക്ലയൻറ്റ് റിക്വസ്റ്റുകളെ സെർവറിലോട്ട് ഡയറക്റ്റ് ചെയ്യാൻ ഈ ഒരു തേർഡ് സെർവറിന് പറ്റും. അതായത് ഇത് ഇവിടെ നമുക്കൊരു ക്ലയൻറ്റ്, ഇതിവിടെ സെർവർ, ഈ സെർവർ ഞാൻ ഡേറ്റാബേസ് സെർവറാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ എൻ്റെ ആപ്ലിക്കേഷൻ ലോജിക് ഇതൊരു സെർവറാണ്. ഇതെന്ന് പറയുമ്പോഴത്തേനും ഇതൊരു പ്രോക്സി സെർവറാണ്. റിക്വസ്റ്റുകൾ, ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ് ഇവിടെ നിങ്ങോട്ട് പോകും, ഇവിടെ നിങ്ങോട്ട് പോകും, തിരിച്ച് വരും. ഇങ്ങനെ ആയിരിക്കും മോറോർലെസ് നമ്മളുടെ 3 ടയറിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടൊരു ഡയഗ്രമാണ്. സോ നമ്മളിവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇമേജിൽ നിന്ന് മനസ്സിലാക്കാം നമ്മളുടെ ആപ്ലിക്കേഷൻ ടയർ ഉണ്ട്, ബിസിനസ് റൂൾസ് അതിനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ലോജിക് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നമ്മളുടെ സെർവർ ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് 3 ടയർ ആർക്കിടെക്ചർ വർക്ക് ചെയ്യുന്നത്. നമുക്ക് 3 ടയറിൻ്റെ ക്ലയൻറ്റ് സെർവർ മോഡൽ, ഇത് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ഞാൻ ആ വരച്ച് കാണിച്ചൊരു റെപ്രസെൻറ്റേഷൻ പോലെയാണ്. ഇവിടെയെന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഡ്രൈവർ ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ഉണ്ട്, നെറ്റ്വർക്ക്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ഇവിടെ നമുക്കൊരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ഉണ്ട്, ഇവിടെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ഉണ്ട്. ബിക്കോസ് ഈ 3 എണ്ണവും ക്ലയൻറ്റ് ആയിക്കോട്ടെ, പ്രോക്സി സെർവർ ആയിക്കോട്ടെ, ഡേറ്റാബേസ് സെർവർ ആയിക്കോട്ടെ കണക്ട് ചെയ്യുന്നത് നെറ്റ്വർക്ക്സ് വഴിയാണ്. കണ്ടോ, നെറ്റ്വർക്ക് എ ആൻഡ് നെറ്റ്വർക്ക് ബി. ഇനി നമ്മൾ പറഞ്ഞിരുന്നു ഡ്രൈവർ എന്താണ് ചെയ്യുന്നത്. ഡ്രൈവർ നമ്മളുടെ ആപ്ലിക്കേഷൻ ഡ്രൈവറിൽ നിന്ന് വരുന്ന റിക്വസ്റ്റിനെ ഡ്രൈവർ ഇപ്പോൾ അല്ലെങ്കിൽ SQL സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിൽ അതിനെ ഡ്രൈവർ പ്രോസസ്സ് ചെയ്തിട്ട് ഡേറ്റാബേസിന് മനസ്സിലാവുന്ന രീതിയിൽ ഡ്രൈവർ അടുത്ത സെർവറിലോട്ട് പാസ് ഓൺ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ പ്രോക്സി സെർവറിന് ഡേറ്റാബേസ് ലൈബ്രറീസ് ഉണ്ട് എന്നുള്ളത് ഈ ആപ്ലിക്കേഷൻ ലോജിക്ക് ചെക്ക് ചെയ്യാനായിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്യാണ്. ഫസ്റ്റ് ടയർ ക്ലയൻറ്റ് ടയർ ആണ്, അല്ലാന്നുണ്ടെങ്കിൽ പ്രസൻറ്റേഷൻ ലോജിക്കാണ് അവിടെ വരുന്നത്. ദ മെയിൻ റെസ്പോൺസിബിലിറ്റി ഇസ് ടു റിസീവ് ദ യൂസർ ഇവൻറ്റ്സ് ആൻഡ് കൺട്രോൾ ദ യൂസർ ഇൻ്റർഫേസ് പ്രസൻറ്റേഷൻ ഓഫ് ദ ഡേറ്റ. ഫസ്റ്റ് ടയർ എന്താണ്, പ്രസൻറ്റേഷൻ ലെയർ ആണ്, യൂസറുമായിട്ടുള്ള പ്രസൻറ്റേഷനാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു പുതിയ ടേം വന്നത് കണ്ടോ, തിൻ ക്ലയൻറ്റ്. എന്താണ് ഒരു തിൻ ക്ലയൻറ്റ് എന്ന് പറയുന്നത്? ബേസിക്കലി എക്സാക്ട്ലി നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ കട്ടി കുറഞ്ഞ ഒരു ക്ലയൻറ്റ് എന്നുള്ളത് തന്നെയാണ് ലൈക്ക് ഇൻഡയറക്ട്ലി മീൻ ചെയ്യുന്നത്. ബേസിക്കലി അതൊരു ലൈറ്റ് വെയ്റ്റ് കമ്പ്യൂട്ടറാണ്. ഈ ഒരു സംഭവത്തിന് ലിമിറ്റഡ് ഫങ്ഷനാലിറ്റീസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരെന്താണ് ചെയ്യുന്നത്, ഇവർ ഒരു ഹോസ്റ്റ് കമ്പ്യൂട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുവാണ് ചെയ്യുന്നത്, റൈറ്റ്? കുറച്ച് ഫങ്ഷനാലിറ്റീസ് ഉണ്ട്, ഒരു ക്ലയൻറ്റിൻ്റെ എല്ലാ ഫങ്ഷനാലിറ്റീസും ഇവിടെ വരുന്നില്ല. അതാണ് തിൻ ക്ലയൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനോട് തന്നെ ചേരുന്നൊരു സംഭവമാണ് ഫാറ്റ് ക്ലയൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലാറ്റ് ക്ലയൻറ്റ് എന്ന് പറയുന്നത് അത് സെർവറിനെ ലൈറ്റായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഒരു ഹോസ്റ്റ് മെഷീൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല, അല്ലെങ്കിൽ ഒരു ഹോസ്റ്റ് മെഷീനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഇറ്റ് ഈസ് ഹാവിങ് മോർ ഫങ്ഷനാലിറ്റി. ഫാറ്റ് ക്ലയൻറ്റ് ഇവിടെ വരുന്നില്ല, ജസ്റ്റ് തിൻ ക്ലയൻറ്റ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് ടയർ.
സെക്കൻഡ് ടയർ ഇസ് ദി ആപ്ലിക്കേഷൻ സെർവർ ടയർ. സോ സെക്കൻഡ് ടയറിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആപ്ലിക്കേഷൻ ലോജിക്ക് നമുക്ക് ഇവിടെയാണുള്ളത്. സോ ക്ലയൻറ്റ് ടയറിൽ നിന്നും വിൽ ഗെറ്റ് ദ റിക്വസ്റ്റ് ആൻഡ് ഈ ഒരു റിക്വസ്റ്റിനെ നമ്മൾ ഒരു അടുത്ത ഡേറ്റാബേസിലോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. സിൻസ് ദി ആപ്ലിക്കേഷൻ ലോജിക് ഇസ് ഇൻ ഹിയർ, നമ്മളുടെ 2 ടയറിൻ്റെ ഒരു ഇഷ്യൂ ഇവിടെ സോൾവ് ചെയ്യണം. അതായത് ഒരു സെൻട്രൽ കീ ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്, ഒരു കോമൺ സെക്ഷനാണ് ആപ്ലിക്കേഷൻ ലെയറിന് ഇവിടെ ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് 2 ടയറിലുള്ള ഇഷ്യൂ നമ്മളിവിടെ സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 3 ടയറിൻ്റെ പറയുവാണെന്നുണ്ടെങ്കിൽ അത് ഡേറ്റാബേസ് സെർവർ ടയറാണ്. അപ്പോൾ അത് ബേസിക്കലി ഒരു ഡേറ്റാബേസിൻ്റെ ഓപ്പറേഷൻസ് ആണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ 2 ടയറിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ 3 ടയറിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ബേസിക്കലി ആപ്ലിക്കേഷൻ ലോജിക് അല്ലെങ്കിൽ ബിസിനസ് ലോജിക്ക് സെൻട്രലൈസ്ഡ് ആയതുകൊണ്ട്, സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരൊറ്റ എൻറ്റിറ്റി ഇവിടെയുള്ളൂ. അപ്പം ബോത്ത് ക്ലയൻറ്റും സെർവറും അതിൽ ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ? അപ്പോൾ അങ്ങനെ സെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ പല എൻഡ് യൂസേഴ്സിനും അത് യൂസ് ചെയ്യാം വിത്ത് ആസ് എ സിംഗിൾ ആപ്ലിക്കേഷൻ സെർവർ. അപ്പം നമ്മൾ ട്രഡീഷണൽ 2 ടയർ സർവീസ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേനും അല്ലെങ്കിൽ 2 ടയർ ആർക്കിടെക്ചർ യൂസ് ചെയ്യുമ്പോഴത്തേനുമുള്ള ഇഷ്യൂ ഇവിടെ സോൾവ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് പല ക്ലയൻസ് ഉണ്ട്, ആ പല ക്ലയൻസ് നമുക്ക് ഈ ഒരു സെർവർ യൂസ് ചെയ്യാം ഫോർ ആപ്ലിക്കേഷൻ ഇൻ ഓർഡർ ടു ചെക്ക് വിത്ത് ദി ആപ്ലിക്കേഷൻ ലോജിക് വിച്ച് ദെൻ ലേറ്റർ കണക്ട്സ് ടു ദി ഡേറ്റാബേസ് സെർവർ. സോ ബേസിക്കലി ഇവിടെ എന്താണുള്ളത്? ക്ലിയർ സെപ്പറേഷൻ ആണുള്ളത് ആപ്ലിക്കേഷൻ ലോജിക്കിനെയും യൂസർ ഇൻ്റർഫേസിനെയും ഡേറ്റ മാനേജ്മെൻറ്റിൻ്റെയും. Again, many users are able to select wide സെർവർ ആപ്ലിക്കേഷൻസ് ബിക്കോസ് ആപ്ലിക്കേഷൻ ലോജിക്ക് നമുക്കുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഡേറ്റാബേസിൻ്റെയും ആയിട്ടുള്ള ഫങ്ഷനാലിറ്റീസ് ഉണ്ട്. മോർ ട്രസ്റ്റഡ് സെർവേഴ്സാണ്, ട്രസ്റ്റഡ് സിസ്റ്റംസ് ആണ് ഇവർ. കാരണം ഡേറ്റ പ്രൊട്ടക്ഷൻസ് സെക്യൂരിറ്റിയും ഇസ് മോർ ഈസി ടു അച്ചീവ്. എന്തുകൊണ്ടാണ്? നമ്മൾക്ക് സെർവർ എന്ന് പറയുന്നത് സെർവറിന് ഉള്ള ഡേറ്റാബേസിൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ. സോ അതിൻ്റെ ഇപ്പം അഡീഷണൽ എന്തെങ്കിലും സംഭവങ്ങൾ വരുവാണെങ്കിൽ നമ്മളുടെ ആപ്ലിക്കേഷൻ ലോജിക്ക് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് റൂൾസിൻ്റെ ഒരു സെക്ഷൻ അത് ഹാൻഡിൽ ചെയ്യും. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റിയിലും ഈ ഒരു എന്തെങ്കിലും ഒരു ത്രെറ്റ് വരുന്നതിൽ നിന്നും അങ്ങനത്തെ കേസസ് നമുക്ക് വരുന്നത് കുറവായിരിക്കും. ബിക്കോസ് വി ആർ ഹാവിങ് എൻ എൻറ്റയർ ഡേറ്റാബേസ് സെർവർ ഡെഡിക്കേറ്റഡ് ഫോർ ദ ഡേറ്റ. ലോഡ് ബാലൻസിങ് എന്ന് പറയുന്നത് ഈസിയർ ആയിരിക്കും. ഓക്കെ, ഡൈനാമിക് ലോഡ് ബാലൻസിൻ്റെ കേസ് വരുവാണെങ്കിൽ വാട്ട് ഇസ് ലോഡ് ബാലൻസിങ്? നമ്മളുടെ സിസ്റ്റത്തിൻ്റെ ഒരു ലോഡിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ലോഡ് ബാലൻസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പാരലായിട്ട് ഇപ്പോൾ എനിക്ക് 3 ജോബ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, A, B and C. പാരലായിട്ട് ഈ ജോബിനെ അലൈൻ ചെയ്യുമ്പോഴത്തേനും പെർഫോമൻസിൻ്റെ ടേംസിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു ത്രെഷോൾഡ് റീച്ച് ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു സെർവർ പ്രോസസ്സിന് എനിക്ക് വേറൊരു സെർവറിലോട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ബിക്കോസ് ഈ ഒരു 3 ടയറിൻ്റെ കേസിൽ നമുക്ക് 2 സെർവേഴ്സ് ആണുള്ളത് അല്ലേ? ആപ്ലിക്കേഷനുണ്ട്, ഡേറ്റാബേസ് ഉണ്ട്. അപ്പോൾ ഒരിടത്ത് ലോഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും പോസിബിൾ ആണ് ഇവിടെ. ബിസിനസ് ഒബ്ജക്ട്സും ഡേറ്റ സ്റ്റോറേജും ഇറ്റ് ഈസ് brought close together as possible. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേനും ഇഫ് ദി ആർ ഇൻ ദ സെയിം സെർവർ അല്ലെങ്കിൽ ഇഫ് ദി ആർ നിയർ ബൈ എന്നുണ്ടെങ്കിൽ നെറ്റ്വർക്കിൻ്റെ ലോഡ് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തിൻ ക്ലൈൻറ്റ് ആയതുകൊണ്ട് തന്നെ എക്സ്പെൻസ് കുറവായിരിക്കും. ചേഞ്ച് മാനേജ്മെൻറ്റ്, എന്തെങ്കിലും ചേഞ്ചസ് നമുക്ക് ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ഈസി ടു ഡൂ ദാറ്റ്. ആൻഡ് മോഡ്യുലാരിറ്റി എന്ന് പറഞ്ഞൊരു ഫങ്ഷനാലിറ്റിയും കൂടെ നമുക്ക് 3 ടയറിൽ വരുന്നുണ്ട്, റൈറ്റ്? അപ്പം ഒരു മോഡ്യൂളിനെ എനിക്കിപ്പോൾ റീപ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഒരു ടയറിനെ റീപ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി നോ വി ആർ ഹാവിങ് 3 ടയേഴ്സ് ഹിയർ, റൈറ്റ്? ഫങ്ഷനാലിറ്റിയിൽ ഒരു ഡിവിഷൻ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈസിലി നമുക്ക് റിമൂവ് ചെയ്ത് സ്വാപ്പ് ചെയ്യാനായിട്ട് പോസിബിൾ ആണ്. ഡ്രൈവേഴ്സ് സെൻട്രലി ആണ് മാനേജ് ചെയ്യുന്നത്. നമ്മൾ ആ ഇമേജ് കണ്ടിരുന്നു, നമ്മുടെ സെൻട്രൽ സിസ്റ്റത്തിനകത്താണ് നമുക്ക് ഡ്രൈവേഴ്സ് വരുന്നത്. And database server shouldn't be, it need not be visible directly in the internet. Next നമ്മൾ നോക്കാൻ പോകുന്നത് എൻറ്റയർ ആണ്. സോ എൻറ്റയർ എന്ന് പറയുമ്പോഴത്തേനും again നമ്മൾ 3 ടയർ പഠിച്ചതുപോലെ തന്നെയാണ് എൻറ്റയർ എന്ന് പറയുന്നത്. പക്ഷേ there is only one difference, അല്ലെങ്കിൽ 1 or 2 a few difference, out of which one is application objects is distributed among multiple logical tires. അതായത് 3 or 4 ലോജിക്കൽ ടയേഴ്സ് ഉണ്ടാവും ഇതിൻ്റെ ഇടയിൽ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ക്ലയൻ്റ് ഉണ്ട്, എൻ്റെ ആപ്ലിക്കേഷൻ ലോജിക് ഉണ്ട്, സെർവറുണ്ട്. ഇതല്ലേ നമ്മളുടെ 3 ടയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് അല്ലേ? എൻറ്റയർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ ലോജിക്കിനെ ഞാൻ മൾട്ടിപ്പിൾ ലോജിക് ടയേഴ്സ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യണം. ഫസ്റ്റ് ടയർ, സെക്കൻഡ് ടയർ, തേർഡ് ടയർ, ഫോർത്ത് ടയർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ലോജിക്കിനെയാണ് ഞാനിങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്.
ഇവിടെ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കോമ്പണൻസ് വിൽ ബി ഓഫ് ദ സെക്കൻഡ് ആൻഡ് ദ തേർഡ് ടയേഴ്സ് വിൽ ഷെയർ റെസ്പോൺസിബിലിറ്റീസ് ഫോർ അവൈലബിലിറ്റി, സ്കെയിലബിലിറ്റി ആൻഡ് പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് സെക്കൻഡ് ആൻഡ് തേർഡ് ടയേഴ്സ് ആയിരിക്കും ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ടയർ ആർക്കിടെക്ചറിനെ നമുക്ക് ഈസിലി എൻടയർ ആക്കാം. അങ്ങനെ അഡീഷണൽ ടയേഴ്സ് അല്ലെ അഡീഷണൽ ലെയേഴ്സ് നമ്മൾ ആഡ് ഓൺ ചെയ്യുമ്പോഴത്തേനും ഫ്ലെക്സിബിലിറ്റിയും സ്കെയിലബിലിറ്റിയും കൂടുവാണ് ചെയ്യുന്നത്. മിഡിൽ ടയറാണ് മൾട്ടിപ്പിൾ ടയേഴ്സായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഈ ഒരു സംഭവത്തിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കൊരു പേഴ്സിസ്റ്റൻറ്റ് ഡേറ്റാബേസ് കണക്ഷൻ കാണത്തില്ല. ഒരു ചില കേസസിൽ നമുക്ക് ഒരു പ്രോക്സി സെർവറും കൂടി വേണ്ടി വരും. പിന്നെ നെറ്റ്വർക്ക് പ്രോട്ടോകോൾ പ്രൊപ്രൈറ്ററി ആയിരിക്കാം നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഒരു ഇൻക്രീസ്ഡ് ട്രാഫിക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളിപ്പം ക്ലയൻറ്റും സെർവറും ആയിരുന്നല്ലോ, അപ്പം ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ ലെയറിൽ ടയർ ഉണ്ടാക്കുമ്പോഴത്തേനും ഉള്ള കണക്ഷൻ്റെ ഇഷ്യൂസ്, നെറ്റ്വർക്ക്സ് തമ്മിലുള്ള കണക്ഷൻ്റെ ഇഷ്യൂസ് ആയിരിക്കും നമ്മൾക്ക് മെയിനായിട്ടൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എൻ ടയറിൽ വരുന്നത്. സോ എൻടയർ ഡിസൈൻ ചെയ്യുമ്പോഴത്തേനും നമ്മൾ ആദ്യമേ ഒരു 3 ടയർ ആർക്കിടെക്ചർ ആയിരിക്കും 3 ടയർ ആർക്കിടെക്ചർ ആയിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ആ 3 ടയറിനെയാണ് നമ്മൾ വീണ്ടും ഫൈൻ ഗ്രെയിൻഡ് ലെയേഴ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇനി അപ്പോൾ നിങ്ങൾക്കപ്പോൾ തോന്നുമായിരിക്കും എങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫൈൻ ലെയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളത്. എൻ്റെ ഓരോ സർവീസസിൻ്റെ ബേസിസിലായിരിക്കും എൻ്റെ സെറ്റ് ഓഫ് ലെയേഴ്സിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ എൻടയറിൻ്റെ എനിക്കൊരു ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് My client is responsible for the GUI. My server is responsible for the database processing. Here I'm having n set of servers, right? In the application logic എന്ന് പറയുന്ന ആ ഒരു സെക്ഷനെ ഞാൻ n set of servers ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുകയാണ്. ബിസിനസ് ആൻഡ് ട്രാൻസാക്ഷൻ ലോജിക്കിനാണ് റെസ്പോൺസിബിൾ. സോ ഈ ഒരു സെർവേഴ്സ് തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സെർവറായിട്ട് കണക്ഷൻ ഉണ്ട്, ഇതുമായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പം കണ്ടോ, മൊത്തത്തിലൊരു നെറ്റ്വർക്ക് കണക്ഷനാണ് വരുന്നത്. നെറ്റ്വർക്ക്സ് ആണല്ലോ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ലോഡ് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ഈ ഒരു കേസിൽ. നെക്സ്റ്റ്, ഈ ഒരു എൻ ടയറിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞു, പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ പറയാനായിട്ട് വിട്ടുപോയായിരുന്നു അല്ലേ. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യും, ബിസിനസ് ലോജിക് എഗെയിൻ സെൻട്രലൈസ്ഡ് ആണ്. അതായത് നമ്മുടെ 3 ടയറിൽ നമ്മൾ പറഞ്ഞ കുറേയൊക്കെ അഡ്വാൻറ്റേജ് ആണ് ഇതിൻ്റെ ഇടയിൽ വരുന്നത്. സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യും. അപ്പം നിങ്ങൾ ബൈ ചാൻസ് എൻ ടയറിൻ്റെ അഡ്വാൻറ്റേജസ് മറന്നു എന്നുണ്ട്, 3 ടയറിന് തന്നെ 1-2 അഡ്വാൻറ്റേജസ് ആണ് ഇത്. അപ്പോൾ അത് അങ്ങനെ നോക്കി പഠിച്ചാൽ മതി.